അപ്പോൾ അവർക്ക് ഒരു പേടിയില്ല. അപ്പോൾ പേടി കൂട്ടണം നമ്മൾ. പക്ഷേ ഈ പേടി കൂട്ടുന്നതും ഈ ചൈൽഡ്ഹുഡ് ട്രോമകൾ പോലത്തെ ട്രോമകളിലേക്ക് എത്തിക്കുമല്ലേ? പേടിയില്ലാത്തവർക്ക് പേടി വരുത്തണ്ടേ? എന്തിനാണ് പേടിച്ച് ജീവിക്കുന്നത്? ഈ പേടി എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അതിന്റെ ക്യൂർ ഈ സുജോക്ക് കൊണ്ട് നമുക്ക് സാധിക്കും. തീർച്ചയായിട്ടും നമുക്ക് ഡീജനറേഷൻ വന്നിട്ട് മുട്ട് മടക്കാൻ പറ്റാത്ത ഫങ്ഷനിലൂടെ പ്രശ്നം വരും, രണ്ടുകൂടെ വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ പാൻക്രിയാസിനെ കുറച്ചുകൂടെ ഹൈ ആയിട്ട് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ തക്ക ശക്തി കൂട്ടുന്നതാണ് മോക്സിബുഷൻ. അതൊരു ഹോട്ട്നെസ് എനർജിയാണ്. നമ്മളിപ്പോൾ തിരിച്ച് സുജോക്ക് തെറാപ്പിയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പേര് സഫർ ചെയ്യുന്ന മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഡയബറ്റീസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് അതിനെ വിളിക്കാം. അത്തരത്തിലുള്ള രോഗങ്ങൾ ബാധിച്ച് ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട്. അതിനെങ്ങനെയാണ് നമുക്കൊരു സൊല്യൂഷൻ കൊടുക്കാൻ സാധിക്കുന്നത്? അല്ല, ഇതുപോലെ തന്നെ നമുക്ക് സുജോക്കിൽ നന്നായിട്ട് ചെയ്യാം. ഡയബറ്റീസോ കൊളസ്ട്രോളോ ബിപിയോ തൈറോയിഡോ, അപ്പം അതിന് നമ്മൾ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഫാക്ട് നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഇപ്പം നമ്മളൊരു രോഗം വരുന്നതിന് മുമ്പ് ആ രോഗം വരാനുള്ള കാരണത്തിൻ്റെ ആദ്യത്തെ അവബോധം നമുക്ക് വേണ്ടത്. മനസ്സിലായോ? എന്തുകൊണ്ട് നമുക്ക് വന്നു, അപ്പം നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം, എന്തൊക്കെ ഒഴിവാക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ അത് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ എന്താണ് പകുതി നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. ആദ്യം വേണ്ട നമുക്ക് അവബോധം. ട്രീറ്റ്മെൻറ്റ് ഈസ് സെക്കൻഡറിയാണ്. നമുക്ക് നല്ലൊരു എന്താ പറയുക ഒരു കെയർ, ഞാൻ പിന്നെ പറയുന്നത് കെയർ തന്നെയാണ് അതിനകത്ത് വരുന്നത്. എല്ലാ അർത്ഥത്തിലും കെയറിങ് തന്നെ. അപ്പം നമ്മൾ സ്നേഹത്തോട് സംസാരിക്കുന്നു, ഒരു സബ്ജക്റ്റ് സംസാരിക്കുന്നു, അത് ഉൾക്കൊണ്ട് സംസാരിക്കുന്നതും ചുമ്മാ സംസാരിക്കുന്നതും രണ്ടും രണ്ടാണ് അല്ലേ? അപ്പോൾ ഒരാളോട് പറയുന്ന ആ കോൺഷ്യസിനെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഹയർ കോൺഷ്യസിലെ കണക്ട് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുന്ന ഡിഫറെൻറ്റ് വേൾഡിലേക്ക് നമുക്ക് രണ്ടുപേർക്കും കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റും. ഇതെല്ലാം ഡിഫറെൻറ്റ് സെക്ഷൻസാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഇപ്പം നമുക്ക് ഡയബറ്റീസ് വരുന്നു. അപ്പോൾ ആ ഡയബറ്റീസ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ നമ്മൾ ഒഴിവാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ പറ്റും, അപ്പോൾ അത് അറിഞ്ഞിട്ട് നമുക്ക് അത്യാവശ്യം കുറച്ച് എക്സസൈസ്, നമുക്ക് യോഗയൊന്നും വേണ്ട, അല്ലാതെ ബോഡി മൂവ്മെൻറ്റ് സാധാരണ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും നടത്തവും കാര്യങ്ങളും ചെയ്തിട്ട് ഫുഡ് കൺട്രോൾ ചെയ്ത് തന്നെ നമുക്ക് ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്യാം. പിന്നെ നമുക്ക് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാലിട്ട് അത് ചെയ്യാനുള്ള സുജോക്കിനകത്ത് ഇപ്പം നമ്മൾ ഈ മൈഗ്രെയിന് ചെയ്ത പോലെ തന്നെ പാൻക്രിയാസിൽ നമുക്ക് കൃത്യമായിട്ട് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളിൽ ചെയ്ത് കഴിഞ്ഞാൽ 100%. ഇപ്പോൾ ഈ നിങ്ങൾ 21 ദിവസം നമ്മൾ അതിൻ്റെ സീഡ് തെറാപ്പി ഉണ്ട്, നമ്മൾ ചെയ്തിട്ട് അത് നിങ്ങൾ റെഗുലറായിട്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഡയബറ്റീസ് കൺട്രോൾ ആകാം. പിന്നെ കുറച്ചുകൂടെ നല്ല ക്യൂറിങ് ആവശ്യമുണ്ടെങ്കിൽ ഒരു മാസത്തിൽ 1-2 പ്രാവശ്യം നമ്മുടെ സപ്പോർട്ടൂടെ എടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെട്ടെന്ന് മാറും. എന്താണ് ഈ സീഡ് തെറാപ്പി? സീഡ് എന്ന് പറയുന്നത് ഒരു സീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സീഡിനകത്ത് ഒരു മരം വളരാനുള്ള എനർജി മുഴുവൻ അക്യുമുലേറ്റാണ്. ഓക്കെ, മനസ്സിലായോ? അപ്പം നമ്മൾ ഒരു സീഡ് ഇപ്പം അദ്ദേഹത്തിൻ്റെ നമ്മൾ മൈഗ്രെയിൻ ചെയ്തു. അപ്പോൾ മൈഗ്രെയിൻ്റെ പിത്താശയവും ആമാശയത്തിലും നമ്മൾ ചെയ്തു. അപ്പോൾ ആ ആമാശയത്തിലും പിത്താശയത്തിലും നമ്മൾ ഉലുവ എന്ന് പറയുന്ന സാധാരണ നമ്മൾ ഉലുവ സീഡായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം അതിന് മെഡിസിൻ വാല്യൂ ഉണ്ട്, അല്ലാതെ തന്നെ അതിന് ഗുണമുള്ളതാണ്. അപ്പം നമ്മളത് കറക്റ്റായിട്ട് ആ കറസ്പോണ്ടൻസിൽ നമ്മൾ റെഗുലറായിട്ട് കിടക്കാൻ നേരത്ത് ആ സീഡ് വെച്ച് കഴിയുമ്പോഴത്തേക്കിന് അതിനകത്തുള്ള നെഗറ്റീവായിട്ടുള്ള ഡിസീസ്ഡ് എനർജി അത് വലിച്ചെടുക്കുകയും അതിൽ നിന്ന് ഫ്രഷ് എനർജി അങ്ങോട്ട് കടന്ന് ചെന്നിട്ട് അതിനെ ഹീൽ ചെയ്യുകയും ചെയ്യും. നമ്മളതിനെ വെറുതെ പ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി, ഒട്ടിച്ചാൽ മതി. അതായത് നമ്മൾ ആ മൈക്രോപോറസ്, അതായത് മെഡിക്കൽ ടേപ്പ് ഉണ്ട്, ആ ടേപ്പ് വെച്ച് കിടക്കാൻ നേരത്ത് നമ്മൾ ആ കറക്റ്റ് കറസ്പോണ്ടൻസിൽ ഒട്ടിച്ച് വെച്ചിട്ട് കിടക്കണം, ഉറങ്ങാം, എന്നിട്ട് കാലത്ത് എടുത്ത് കളയുക. അപ്പം അങ്ങനെ സീഡ് തെറാപ്പിയും മാഗ്നറ്റ് ഉണ്ട്, ലീഫ് ഉണ്ട്, ഇലകൾ ഉപയോഗിക്കാം, ബ്രാഞ്ചസ് ഉപയോഗിക്കാം. സുജോക്കിന്റെ ഭാഗമാണ്. പിന്നെ മോക്സിബുഷൻ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. പിന്നെ ഞാൻ അതിനകത്ത് കളറ് ചെറുതായിട്ടൊന്ന് കാണിച്ചു തന്നു. കളർ തെറാപ്പി ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മൈക്രോ നീഡിലിംഗ് ഉണ്ട്. അങ്ങനെ ഒരു 8 തരത്തിൽ. മോക്സിബുഷൻ എന്ന് പറയുന്നത് വളരെ സെക്ഷനായിട്ടുള്ളതുണ്ട്. മോക്സിബുഷൻ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് പാൻക്രിയാസ് പ്രവർത്തനരഹിതമാണ്. അപ്പോൾ പാൻക്രിയാസിനെ കുറച്ചുകൂടെ ഹൈ ആയിട്ട് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാൻ തക്ക ശക്തി കൂട്ടുന്നതാണ് മോക്സിബുഷൻ. അതൊരു ഹോട്ട്നെസ് എനർജിയാണ്. അത് കത്തിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഹോട്ട്നെസ് എനർജി നമ്മുടെ ഓർഗനിലേക്ക് അല്ലെങ്കിൽ ബോഡി പാർട്ടിലേക്ക് കൊടുക്കുമ്പോൾ, ഇപ്പം നമുക്ക് എക്സാമ്പിൾ, നമുക്ക് മുട്ട് തേയ്മാനം, അപ്പോൾ അത് സ്ട്രക്ചറിലും ഫങ്ഷനിലും പ്രോബ്ലമാണ്. സ്ട്രക്ചറിൽ വന്നിട്ട് നമുക്ക് എന്താ ഡീജനറേഷൻ വന്നിട്ട് മുട്ട് മടക്കാൻ പറ്റാത്ത ഫങ്ഷനിലൂടെ പ്രശ്നം വരും, രണ്ടുകൂടെ വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ പറയുന്ന സ്റ്റിമുലേഷനും സീഡും ചെയ്തിട്ട് നമ്മൾ ഈ മോക്സിബുഷൻ ചെയ്ത് കഴിഞ്ഞാൽ
ബെറ്റർ. ഭയങ്കര റിസൾട്ടാണ്. ഒരു 4 ഇരട്ടിയോ 10 ഇരട്ടിയോ ഫാസ്റ്റായിട്ട് ക്യൂറിങ് കിട്ടും. ഇപ്പൊ നമ്മൾ സുജോഗ് തെറാപ്പിയുടെ ബേസിക് കാര്യങ്ങൾ നമ്മളിപ്പോ പറഞ്ഞു. എത്രത്തോളം ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇത്? ഇതിനെ എളുപ്പത്തിൽ നമുക്ക് റിസൾട്ട് കിട്ടുമെന്ന് ഞാൻ വായിച്ചു. എത്രത്തോളം എളുപ്പത്തിൽ നമുക്ക് റിസൾട്ട് കാണാം? അല്ലാതെ എത്രത്തോളം രാഹുലിനെ സംബന്ധിച്ച് നമ്മൾ കണ്ടു. അതെ, ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റിനുള്ളിൽ തന്നെ അവന് ചേഞ്ച് ഫീൽ ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഒരു പ്രോപ്പർ ക്യൂറിലേക്ക് നമ്മളെ ബേസിക് മാത്രമാണ് നമ്മള് രാഹുൽ പരീക്ഷിച്ചു നോക്കിയത്. ബേസിക്കിന്റെ ഒരു ചെറിയ സെക്ഷനാണ്. ഒരു പ്രോപ്പർ സെഷൻ എടുത്ത് ഒരു ഇപ്പൊ മൈഗ്രെയിൻ തന്നെ നമുക്ക് എടുക്കാം. മൈഗ്രെയിൻ ക്യൂർ ചെയ്യണമെങ്കിൽ എത്ര ടൈം എടുക്കും? ഡിപ്പെൻസ്. ഇപ്പം നമ്മൾ ചില ആൾക്കാരുടെ ചിലപ്പം എനിക്ക് 45 വർഷം പഴക്കമുള്ള മൈഗ്രെയിൻ വരെ വന്നിട്ടുണ്ട്. അപ്പം അത് ഓരോ ആൾക്കാരുടെ വ്യക്തിയുടെയും വിശ്വാസം ഡിഫറെൻ്റ് ആണ്. പിന്നെ അവരുടെ എന്താ പറയുക ഹോർമോൺ, പിന്നെ ഇതിൻ്റെ ആധിക്യം, പിന്നെ നമ്മൾ ഇതിൻ്റെ കറസ്പോണ്ടൻസ് ഓരോ ഓർഗനുമായിട്ട് ബന്ധപ്പെട്ട ആ ഐഡൻറ്റിറ്റിയെ നമ്മൾ കണ്ടെത്തണം. മൈഗ്രെയിൻ തന്നെ പലതരത്തിലുള്ള മൈഗ്രെയിൻസ് ഉണ്ട്. അപ്പം അത് ഏതാണെന്ന് നമ്മൾ കൃത്യമായിട്ട് കണ്ട ആ ഓർഗനിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന രാഹുലിൻ്റെ രാഹുലിൻ്റെ മൈഗ്രെയിൻ എന്ന് പറയുന്നത് രാഹുലിന് ഞാൻ ഈ സീഡ് പറഞ്ഞു തന്നാൽ ആ സീഡ് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ മതി. സീഡ് തെറാപ്പി രാത്രിയിൽ ഇവിടെ 2 ഇടത്ത് ഒട്ടിച്ച് ലൈഫ് ലോങ് ചെയ്യേണ്ടി വരുമോ? വേണ്ട. കൂടിയ ഒരു 1-2 ആഴ്ച ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ചെയ്തിരിക്കുന്നത് ഇതുകൊണ്ട് നമുക്ക് യാതൊരു വിധത്തിലും ദോഷം ഉണ്ടാവില്ല. സൈഡ് എഫക്ട്സ് ഒന്നുമില്ല. സൈഡ് ബെനിഫിറ്റ് ആണ്. എത്രത്തോളം ഇവിടെ ഇങ്ങനെ വെക്കുന്ന, ഇവിടെ ഒരു സാധനം വെക്കുന്നതുകൊണ്ട് അവിടെ എനർജി അങ്ങോട്ട് കടന്ന് എന്നിട്ട് അവിടെയുള്ള നെഗറ്റീവിനെ എടുത്തു കളയും. അപ്പോൾ അത് വെക്കുന്നതുകൊണ്ട് അവിടെ ക്ലെൻസ് ആകുവാണ്. അപ്പോൾ എന്തെങ്കിലും ബ്രെയിനിന് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യും. അല്ലാതെ ദോഷങ്ങൾ എന്ന് പറയുന്ന ഒരു സാധനം സുജോഗിലില്ല. ഇല്ല. ഇപ്പൊ നമ്മള് എന്താ പറയാ, നമുക്കറിയാം ഈ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമ്മൾ കാണുന്ന അസുഖങ്ങളാണ് ക്യാൻസർ എന്നൊക്കെ പറയുന്നത്. ഈ ക്യാൻസറിന്റെ ഒക്കെ ക്യൂറിങ്, അല്ലെങ്കിൽ മനസ്സ് നമുക്കൊരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അതിന്റെ ക്യൂറിങ് ഈ സുജോഗ് കൊണ്ട് നമുക്ക് സാധിക്കും? തീർച്ചയായിട്ടും നമുക്ക്. എനിക്കൊരു 83 വയസ്സുള്ള ഒരു വ്യക്തി, ഒരപ്പച്ചന് ട്രീറ്റ്മെൻറ്റ് ഒരു 8 മാസം മുമ്പ് ഞാൻ പാല കഴിഞ്ഞിട്ട് പോകണം, നല്ല ദൂരമുണ്ട്. അവിടെ പോയിട്ട് ഒരാളുടെ റിക്വസ്റ്റ് പറയാൻ തന്നെ വിളിച്ച് അങ്ങനെ ഞാൻ അവിടെ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ത്രോട്ട് ക്യാൻസറാണ്. അപ്പോൾ 83 വയസ്സെന്ന് ഓർത്തോണം. അപ്പം എത്ര കോംപ്ലിക്കേറ്റഡ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ഞാൻ 2 ദിവസം എൻ്റെ പെങ്ങളുടെ വീട് എവിടെയുണ്ട്, ഒരു ദിവസം നിന്ന് കറക്റ്റായിട്ട് അതിൻ്റെ കറസ്പോണ്ടൻസും കുറച്ച് ഹയറായിട്ടും ഈ മോക്സിങ് എല്ലാം ചെയ്ത് ഒരു 10-15 മിനിറ്റ് ചെയ്യാനിട്ട് സ്പോട്ടിൽ മകളെ വിളിച്ചു പറഞ്ഞു, എനിക്ക് ത്രോട്ടിൽ ഭയങ്കര തലവേദന, എനിക്ക് ചുമയ്ക്കുമ്പോൾ കഫം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, ചുമച്ചുകൊണ്ടേയിരിക്കും, നിൽക്കത്തില്ല. അപ്പോൾ ഈ തല മുഴുവൻ പെരുത്തിട്ട് ഭയങ്കര വേദനയാണ് പുള്ളിക്ക്, വണ്ണം കുറവാണ്. പുള്ളി സ്പോട്ടിൽ വിളിച്ചു, എനിക്ക് നല്ല മാറ്റമുണ്ട്. എന്നിട്ട് അടുത്തുള്ള ഒരു പയ്യനെ വിളിച്ചിരുത്തിയിട്ട് അവന് ഈ കറസ്പോണ്ടൻസ് ഓരോന്നിൻ്റെ പടം വരച്ച് കയ്യെ കാണിച്ച് ഫോട്ടോ എടുത്ത് ഇന്ന ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കൊടുത്തു. പിറ്റേ ദിവസം ചെയ്തിട്ട് ഞാൻ പോന്നു. പിന്നെ അവൻ ചെയ്യുന്നുണ്ട്, അവർ നല്ല രീതിയിൽ മാറ്റം ഉണ്ടായി. ഇത് മാറുമോ അതോ ഭേദപ്പെടും? പിന്നെ നമ്മൾ ഹയറായിട്ട് ഇപ്പം ചെയ്യേണ്ട ആവശ്യങ്ങൾ അപ്പം അത് നമ്മൾ വന്നാലല്ലേ പറ്റുള്ളൂ. അപ്പം എനിക്ക് ഡെയിലി വെച്ച് ചെയ്യാൻ പറ്റും. അവർ ഗൾഫിൽ നിന്ന് കുവൈറ്റിൽ നിന്ന് വിളിച്ച് കാല് പിടിച്ചുകൊണ്ട് പോയതാണ്. ഞാൻ പോകില്ലായിരുന്നു. കാരണം വെച്ചാൽ ഇന്നെന്താ വെച്ചാൽ 50 വയസ്സുള്ള 60 വയസ്സുള്ള പേരൻസിനെ വഴിയിൽ ഉപേക്ഷിക്കുന്ന കാലത്താണ് കുവൈറ്റിൽ നിന്ന് 2 സ്ത്രീകൾ എന്നെ വിളിച്ചു പറയാം, 83 വയസ്സുള്ള ഒരു അച്ഛന് വേണ്ടി യാചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഞാൻ അങ്ങോട്ടാണ് ഇൻട്രസ്റ്റ് എടുത്ത് പോകേണ്ടത് അല്ലേ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് വിലയാൻ പോകത്തില്ല. അല്ല, അങ്ങനെയുള്ളവർ നമ്മൾ കൂടുതൽ ബഹുമാനം കൊടുക്കണം, റെസ്പെക്റ്റ് കൊടുക്കണം, അതിനെ നമ്മൾ മാനിക്കണം. അതുകൊണ്ട് അവർക്ക് നല്ല റിസൾട്ട് ഉണ്ടായി. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ നമ്മുടെ കാര്യത്തിലല്ല. നമ്മളിപ്പോ എന്താ പറയാ, നമുക്കറിയാം നേരത്തെ നമ്മൾ സംസാരിച്ച വിഷയം തന്നെ സ്ട്രെസ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഒരു പ്രശ്നമാണ് മെന്റൽ ഹെൽത്തിന്റെ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ മെന്റൽ ഡിസോർഡേഴ്സ് എന്നുള്ളതിലുപരി മെന്റൽ സ്ട്രെസ്സാണ്. പണ്ട് കാലത്തൊക്കെ നമുക്കറിയാം ഭ്രാന്ത് എന്ന് പറഞ്ഞ് നമ്മള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, അങ്ങനെ രീതിയിലേക്കായിരുന്നെങ്കിൽ ഇന്നത്തെ കാലത്ത് അത് ഡിപ്രഷൻ പോലെയുള്ള അത്രത്തോളം ഭീകരമല്ല എന്ന് നമുക്ക് തോന്നുമെങ്കിലും പക്ഷെ അത്രത്തോളം ഭീകരമാണ് ഡിപ്രഷൻ. എന്നുവെച്ചാൽ പണ്ട് പക്ഷെ ആരും അംഗീകരിക്കുന്നില്ല ഡിപ്രഷനെ. ഇന്നും ഡിപ്രഷൻ ഭീകരമാണെന്ന് അംഗീകരിക്കാൻ പലർക്കും മടിയാണ്. അഭിനയമാണ്,
അതല്ലെങ്കിൽ പണ്ടൊന്നും ഡിപ്രഷൻ ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ അതിനെ നിസ്സാരവൽക്കരിക്കുന്ന കാലമാണ്. പക്ഷേ ഈ ഡിപ്രഷൻ എന്നൊക്കെ പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ, അതുമായി അനുബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ള വിഷയങ്ങളാണ്. ഈ ഡിപ്രഷൻ പോലെയുള്ള അസുഖങ്ങളിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണ്? വളരെ നല്ല രീതിയിൽ, അത് നല്ലൊരു ചോദ്യം തന്നെയാണ്. ഇപ്പം നമുക്ക് സുജോക്കിനകത്ത് ഇപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞൊരു ഏകദേശം ഒരു 35-40 തെറാപ്പികളിലും ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം ഓരോന്നിലും അതിൻ്റേതായിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് കൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ സുജോക്കിനകത്ത് നമുക്ക് 22 ഇമോഷൻസ് പഠിക്കാനുണ്ട്. അപ്പം ഞാൻ നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചികിത്സാ മേഖലയിൽ നിൽക്കുന്നിടത്തോളം നമ്മൾ ഏത് വ്യക്തിയെ കണ്ടാലും അവരുടെ അറിവുകൾ സമ്പാദിച്ചുകൊണ്ട് എനിക്ക് വളർന്ന് എനിക്ക് ഈ ചികിത്സാ മേഖലയിൽ കുറച്ചുകൂടെ എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള ചിന്തയാണ് എനിക്കുള്ളത്. അതിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്ത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ പറ്റുക, ഒരു അസുഖം മാറ്റുക എന്നുള്ളത്, അതാണ് എൻ്റെ ഇതിൽ. അപ്പോൾ നമുക്ക് 22 ഇമോഷൻ പഠിക്കാനുണ്ട്. ചുമ പഠിക്കാനില്ല, ക്യൂർ ചെയ്യുന്നതാണ്. 22 ഇമോഷൻ ക്യൂർ ചെയ്യാൻ പറ്റും. അപ്പം അതിൻ്റെ കുറച്ച് ഹയർ ലെവലിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ദർ ഈസ് 88 ഇമോഷൻസ് അതർ സുജോക്കിൽ. അപ്പം നമ്മളൊരു ഡോക്ടേഴ്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത്, സാറേ നമ്മളൊരു 4-5 നിങ്ങളിപ്പോൾ എത്ര വലിയ സൈക്കാട്രിക് ആയിട്ടുള്ള ഡോക്ടറോട് ചോദിച്ചു, 4-5 ഇമോഷനെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യായിട്ടുള്ളൂ. അതിനെ അവർ മരുന്ന് കൊടുത്ത് വിത്ത് റെസ്പെക്റ്റ് ഒന്ന് അതിനെ സെഡേറ്റ് ചെയ്യുകയോ ഡിപ്രഷൻ ചെയ്യുകയോ സപ്രസ് ചെയ്യിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് ക്യൂർ ചെയ്യുന്നില്ല. ആ സമയത്ത് നമ്മുടെ മരുന്ന് കഴിച്ചിട്ട് നമ്മളൊരു വല്ലാത്തൊരവസ്ഥയിലാകുന്നതല്ലാതെ ഇതിനെ മാറ്റുന്നില്ല. പക്ഷെ നമുക്കിവിടെ പൂർണ്ണമായിട്ടും മാറ്റാം. എൻ്റെ സുജോക്കിൻ്റെ അലക്സാൻഡ്രിയ ഗ്ലോബിലാണെന്ന് തോന്നുന്നു ബൈപോളർ ഡിസോർഡർ ഉള്ള ഒറ്റ സിറ്റിങ്ങിൽ എനിക്ക് 80% റിസൾട്ട് കിട്ടുന്നുണ്ട്. ഒറ്റ സിറ്റിങ്ങിൽ അത് പുള്ളി അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പൊ ബൈപോളാർ നമ്മൾ പറഞ്ഞു, അതുപോലെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എല്ലാം ഈ എന്താ പറയാ നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇപ്പൊ നമ്മൾ ഗോ ത്രൂ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംസാരിക്കാൻ ഒരാളുണ്ടാവാതിരിക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന കെയറിങ് അല്ലെങ്കിൽ ഷെയറിങ്, അത്തരത്തിലുള്ള വാല്യൂസ് നമ്മുടെ ലൈഫിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ ഭാഗമായി വരുന്നവരാണ്. ഇതിന്റെയൊക്കെ ഒരു മൂല്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടാണോ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്തു വെക്കുന്നത്? അല്ല, ഒന്ന് നമുക്ക് ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് എങ്ങനെയായിരുന്നു രോഗനിർണയം ചെയ്തുകൊണ്ടിരുന്നത്? സംസാരിച്ച് കാര്യങ്ങൾ ചോദിക്കും, എന്നിട്ട് കണ്ണിൽ നോക്കും, വായിൽ നാക്ക് നോക്കും, എന്നിട്ട് ടച്ച് ചെയ്ത് പിന്നെ നമ്മുടെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചതിന് ശേഷമാണ് ഡയഗ്നോസും കംപ്ലീറ്റ് ആകുന്നത്. ഇന്നിപ്പം എത്ര ഡോക്ടേഴ്സിന് സമയമുണ്ട്? അവർ ചെയ്യുന്നില്ല. ഒന്ന് പിന്നെ നമ്മൾ ഒരു പേഷ്യൻ്റ് നമ്മുടെ അരികെ വന്നു കഴിയുമ്പോൾ ഇന്ന് നമ്മൾ എനിക്ക് തോന്നുന്നില്ല ഒരു ഡോക്ടേഴ്സിന് 5 മിനിറ്റ് പോലും ക്ഷമയില്ല. കാരണം അതുപോലെ പേഷ്യൻ്റ് ഇരിക്കുകയാണ്, അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതുപോലെ തിരക്കാണ്. അപ്പോൾ അതിന് അവർക്കും പറ്റുന്നില്ല. അവർക്ക് ശരിക്കും അവരുടെ കഴിവിനെയോ അവരുടെ അറിവിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് പോലും സംശയമാണ്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഒബ്ജക്റ്റിന്, അതായത് എന്താ പറയുക, സ്കാനിങ് അതുപോലെയുള്ള മെഷീൻസിനെ അവർ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അത് അവർ ചിലരെടുക്കുന്നത് ഫൈനലായിട്ട് എടുക്കും. അവിടെയാണ് പ്രശ്നം. നമുക്കൊരു അനുമാനത്തിന് വേണ്ടി എടുക്കുന്ന ആൾക്കാരുണ്ടാവും. പണ്ടൊക്കെ കൃത്യമായിട്ട് അവർ നോക്കിയിട്ട് ഓരോന്നും മനസ്സിലാക്കിയിട്ട് അവർ മരുന്ന് കഴിച്ചിട്ട് പറയാൻ പറ്റും. മിക്കവാറും നമുക്ക് മാറാറുണ്ട്. പക്ഷേ ഇന്നത്തെ എല്ലാ സാഹചര്യങ്ങളും മാറി. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഒത്തിരി വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഇമോഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒന്നാമത്തെ കാര്യം പേരൻസിനോട് റെസ്പെക്റ്റ് ഇല്ലാത്ത കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ടീച്ചേഴ്സിനോട് റെസ്പെക്റ്റ് ഇല്ലാത്ത കുട്ടികളുണ്ട്. ബഹുമാനം ഇല്ലാത്ത ആൾക്കാരുണ്ട്. എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യും? ഇത് എങ്ങനെ മാറ്റിയെടുക്കാം? ആദ്യം അവരതിൻ്റെ വാല്യൂ പറഞ്ഞ് മനസ്സിലാക്കുക. ഒരു രക്ഷയില്ല. അവരെങ്ങനെ മനസ്സിലാക്കാൻ പറ്റൂല. കാരണം അവരുടെ ബോധമെല്ലാം വേറെയാണ്. റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരാൾക്ക് എന്ത് പറഞ്ഞാലും അവർ ഉൾക്കൊള്ളാൻ പറ്റില്ലെന്ന്. പിന്നെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ മാറ്റുന്നത്? അപ്പം നമുക്ക് അവർക്ക് എന്ത് ചെയ്യണം? അതാണ് സുജോക്കിൻ്റെ മേന്മ എന്നറിയപ്പം. റെസ്പെക്റ്റ് ഇല്ല, ഞാൻ ചെയ്യുന്ന തെറ്റല്ലെന്നുള്ള അവബോധം അവർക്കുണ്ടാകുന്നില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും അവർക്ക് അവരുടെ ആ സമയം, അവരുടെ പ്രായം, അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അവരങ്ങനെ ആയത് അല്ലേ? അപ്പോൾ ആ അക്സെപ്റ്റൻസ് മാറ്റണമെങ്കിൽ നമുക്ക് എന്താക്കണം? അവരിൽ നമുക്ക് പശ്ചാത്താപം ഉണ്ടാക്കണം. തീർച്ചയായിട്ടും.
ആ പശ്ചാത്താപം ഉണ്ടാകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പേരൻസിനോടും ടീച്ചേഴ്സിനോടും ഫിയർ ഉണ്ടാകണം, അല്ലേ? പശ്ചാത്താപം ഉണ്ടാകാൻ ഫിയർ ഉണ്ടാകുന്നത്. ഫിയർ ഉണ്ടാകുമ്പോഴാണ് നമ്മളൊക്കെ ചെയ്യും. പേടി എന്താ, അവർ വീട്ടിൽ ചെന്ന് പറയുമോ, അല്ല പേരൻസിനെ വിളിക്കാൻ പറഞ്ഞ് ഇന്ന് പേടിയില്ല, അപ്പോൾ അവർക്ക് ഒരു പേടിയില്ല, അപ്പോൾ പേടി കൂട്ടണം നമ്മൾ. പക്ഷെ ഈ പേടി കൂട്ടുന്നതും ഈ ചൈൽഡ്ഹുഡ് ട്രോമകൾ പോലത്തെ ട്രോമകളിലേക്ക് എത്തിക്കുമല്ലേ? ഇല്ല, അതിനാ നമ്മൾ പേടി കൂട്ടുന്ന എങ്ങനെയാ? നമുക്കതിന് മെർഡീന് ചെയ്യാൻ പറ്റുന്ന പേടി കൂട്ടുന്ന പരിപാടി. പേടിയില്ലാത്തവർക്ക് പേടി വരുത്തണ്ടേ? എന്തിനാണ് പേടിച്ച് ജീവിക്കുന്നത്? അല്ല, പേടിച്ച് ജീവിക്കല്ല. ഞാൻ ചെയ്യുന്ന ഒരു തെറ്റാണെന്ന് തോന്നുന്നത് പേടി വരണം, ഫിയർ വരണം, അതിന് പശ്ചാത്തലം കൂടെ വരണം. അപ്പം നമ്മൾ പശ്ചാത്തലം ഇങ്ങനെ നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ ചോദിക്കട്ടെ, അതിന് ഞാൻ ഒഫൻഡ് ചെയ്യല്ല, നല്ലൊരു ചോദ്യമാണ്. തീർച്ചയായും. ഇതിപ്പോ നമ്മൾ പേടിപ്പിക്കുക അല്ലല്ല. ഇപ്പം ഞാൻ പറയാം, ഒരാൾക്ക് പേടിയേ ഇല്ല. ഇപ്പം നമ്മൾ ക്രൈം ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് ആരോടും പ്രതിബദ്ധത, ആരോടും പേടിയില്ല, പശ്ചാത്താപവും ഇല്ല. പിന്നെ അവരെ എങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റുക? അപ്പം അവർ ചെയ്യുന്നതിനെപ്പറ്റി ദുഃഖിക്കണമെങ്കിൽ പശ്ചാത്തലം ഉണ്ടെങ്കിൽ ആ ഇമോഷനിൽ ഉണ്ടാക്കണ്ടേ, അവരെ ക്രിയേറ്റ് ചെയ്യണ്ടേ? അല്ല, ഞാൻ ചോദിച്ചത് ഇത് നമുക്ക് പേടിയിലൂടെ അല്ലാതെ അത് എങ്ങനെയാണെന്ന് പറഞ്ഞു മനസ്സിലാക്കി ഫീഡ് ചെയ്യാൻ പറ്റില്ലേ? പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് ഈസിയാണ്. ഇപ്പം എനിക്ക് ഒട്ടും പേടിയില്ല. ഈ പേടി എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്?